ഇത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നവർക്ക് 50,000 സമ്മാനം. ഹലോ ഗൈസ്, ഞാനും ഹർഷയും ഇന്ന് വന്നിരിക്കുന്നത് ഡി ആർട്ടിസ്റ്റിലാണ്. തിരുവനന്തപുരം പഴുതക്കാടുള്ള ഇതിൻ്റെ 5ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളെ രണ്ടുപേരെ ഒപ്പം പൂർണിമേനെ വിളിച്ചിട്ടുണ്ട്. പൂർണിമയുടെ അവിടെ മഴയും വെള്ളവും ഒന്നും ഇല്ലാത്തത് കാരണം അവൾ വന്നിട്ടില്ല. ഇവള് പറഞ്ഞ് ഭയങ്കര മര്യാദയ്ക്ക് പറയാം, പക്ഷെ എനിക്കത് പറ്റൂല ഗൈസ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഷണ. ഇത് വർഷയുടെ ചാനലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഡി ആർട്ടിസ്റ്റിയുടെ 5ാമത്തെ വാർഷികമായിട്ട് വന്നേക്കാണ്. സംഭവം ഞങ്ങളെ ഇവിടെ 5 വർഷം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആനിവേഴ്സറിക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇത് വർഷയുടെ ചാനലാണ്, എൻ്റെ അല്ല. എന്നാൽ എല്ലാവരും എൻ്റെ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളെ വിളിച്ച്, പ്രത്യേകിച്ച് പൂർണ്ണിമേനെ വിളിച്ചു. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. സോ ഇതിനകത്ത് നമ്മളെ താരചേച്ചിനെ, സ്പെഷ്യൽ ഗസ്റ്റിനെ എല്ലാവരെയും കാണിച്ചു തരാം. ബൈ. താരചേച്ചിനെ കുറിച്ച് 2 പേർക്ക് നമുക്ക് നടന്ന് പറഞ്ഞുകൊണ്ട് കയറാം. താരചേച്ചി എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോമഡി ആയിട്ടല്ല, ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ഭയങ്കര ഒരു സപ്പോർട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. ഏകദേശം ഒരു വർഷം ആവില്ല, ഒരു 6-7-8 മാസമൊക്കെ ആവുകയുള്ളൂ നമ്മൾ താരചേച്ചിനെ കണ്ടിട്ട്. അപ്പോൾ താരചേച്ചിനെ കണ്ടിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര സ്നേഹമാണ്. അതാണ്ട് ഡി ആർട്ടിസ്റ്റിലോട്ട് മുറിക്കണതിന് മുമ്പ് പോയി തിന്നണം. വീണ്ടും ഇതാണ് ഗൈസ് തിയേറ്റർ സ്ത്രീ. നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ അർജുൻ ചേട്ടനും സൗഭാഗ്യ ചേച്ചിയൊക്കെ അവിടെ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബിഗ് എഫ്എമ്മിന്റെ സ്വന്തം ആർജെ സുമി ചേച്ചി വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന താരചേച്ചി. മുട്ടനാടിനെ പോലെ വളർന്നെങ്കിലും 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉടമയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിച്ചോ. 5ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കല്ലേ, അപ്പൊ ഡി ആർട്ടിസ്റ്റിക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാമോ എന്നും പറഞ്ഞ് നിങ്ങളെല്ലാം ഇത് കുത്തണം. ഇല്ല, വന്നിട്ടില്ല. പുതിയ സർവീസസ് എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഗൈസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് മുറിക്കാൻ പോണ കേക്ക്. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനാണ് ഇതിന്റെ മണ്ടയിൽ കളറുള്ള ഷട്ടിൽ കോക്ക് വെച്ചിരിക്കണം. പിന്നെയാണ് മനസ്സിലായി നെയിൽ ആർട്ടിന്റെ മറ്റേ സംഭവമാണ്. അവിടെ വെച്ചെങ്ങാനും ഈ മട്ടത്തരം ചോദിച്ചിരുന്നെങ്കിൽ താരച്ചേച്ചിനെ കൊന്നേനെ. സങ്കല്പം തന്നെ മനസ്സിലില്ലായിരുന്നു കേട്ടോ. പക്കാ വീട്ടമ്മയായിരുന്നു ഞാൻ. ഒരു മേക്കപ്പിന്റെ ഫീൽഡിൽ വന്നപ്പം നെയിലിന്റെ ഫീൽഡിൽ വന്ന് പെടുകയും ഇതിനോടൊരു ഇഷ്ടം തോന്നി. പിന്നെ അത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് ഇന്ന് ഡി ആർട്ടിസ്ട്രി എന്ന പേര് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതിന്റെ ഫസ്റ്റ് ഇത് പറയേണ്ട എന്റെ ഫാമിലിയാണ് കേട്ടോ. എന്റെ ഹസ്ബൻഡ്, അമ്മായിയമ്മ, എന്റെ മക്കള്, അവരുടെ ഫുൾ സപ്പോർട്ട്, ബ്ലാങ്ക് സപ്പോർട്ടാണ്. ചെയ്തു നോക്കിക്കോ. അത് എന്റെ അമ്മായിയമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിൽ വന്ന് കയറിയപ്പോ മുതല് ഒരു കറി വെക്കുവാണെങ്കിൽ വെച്ചിട്ട് ഫ്ലോപ്പ് ആയ കുഴപ്പമില്ല, ഈ തെറ്റ് അടുത്ത പ്രാവശ്യം ശരിയാക്കിയാൽ മതി എന്നുള്ള ബ്ലാങ്ക് സപ്പോർട്ട് തന്നിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ ഹസ്ബൻഡ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ആവശ്യമില്ലാതൊരു മോട്ടിവേഷൻ തരുന്ന മനുഷ്യനാണ്. നീ ചെയ്തോ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ ഡി ആർട്ടിസ്റ്റിക്ക് ഉയർച്ച മാത്രമല്ല, ഡി ആർട്ടിസ്റ്റി ഇങ്ങനെ ഏറ്റവും ഫ്ലോപ്പിലോട്ട് വന്ന സമയമുണ്ട്. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാനും വീണയും കൂടെ, ഞാൻ ഇത് ഡി ആർട്ടിസ്റ്റി തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ തുഴയാൻ തുടങ്ങിയതാണ് വീണയും. നാളെ ഇനി നമ്മൾ എന്ത് ചെയ്യും വീണ എന്ന് ചോദിച്ച് നമുക്ക് നോക്കാൻ ചേച്ചി, നാളെ നമുക്കൂടെ ഒന്ന് തുറന്നിരിക്കാം എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്ന് ഭയങ്കര കട്ടയ്ക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള ആളാണ്. പിന്നെ ഈ തുഴച്ചിലുകാർ ഓരോരുത്തരായിട്ട് എന്റെ കൂടെ കൂടി. ഇവരൊക്കെ എന്റെ പിള്ളേര്. ഞാൻ ഒരിക്കലും എന്റെ സ്റ്റാഫ് എന്ന് പറയില്ല, ഇവരൊക്കെ എന്റെ പിള്ളേരാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി പിന്നെ കുറെ ആൾക്കാർ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാലേ നമ്മള് താരം ചേച്ചി അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ഇന്നിപ്പോ ഡി ആർട്ടിസ്ട്രിയുടെ 5ാം വാർഷികത്തിൽ ഡി ആർട്ടിസ്ട്രി കുറച്ച് സർവീസസും കൂടെ എന്ന് വെച്ചാൽ ബ്യൂട്ടി സർവീസസിലും കൂടെ ഒരു പരീക്ഷണം നടത്താം എന്നുള്ളൊരു ചുവടെടുത്ത് വെക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഭയങ്കര നന്ദിയുണ്ട്. ഇവിടെ
ഇവിടുന്ന് മൈ ഹാർട്ട് ഭയങ്കര നന്ദിയുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് മതി. പിന്നെ അമ്മ പറഞ്ഞു അടുക്കള കയറണം. അപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണെന്നല്ലേ പറയൂ. ഞങ്ങള് കുറച്ച് സർവീസസിലൂടെ DRTistക്ക് കൊടുക്കുകയാണ്. ഇതെന്താ? ഇത് ഹെയർ ഡ്രയർ. അഞ്ചാം വാർഷികത്തിൽ ഒരു പൊട്ടു നൽകും, ഒരു ഹെയർ ഡ്രയർ. അതെ, അതിനെ അടുത്തത് എന്താന്ന് ചോദിക്കും. ഇത് അയണിങ്. ഈ സാധനങ്ങൾ എന്തെന്ന് അറിഞ്ഞൂടായിരുന്നു. അവസാനം നിരന്തര ഗവേഷണത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു കേളർ. കണ്ടുപിടിച്ച ആൾക്ക് കുത്താൻ കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഞങ്ങളുടെ റെഡ് എഫ്എമ്മിന്റെ റെഡ് ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് ഓൺട്രപ്രണേഴ്സിന് കൊടുക്കുന്നു. അതിന്റെ കഴിഞ്ഞ സീസണിലെ വിന്നറായിരുന്നു താര. പക്ഷെ ഭയങ്കര വളരെ ജെന്യുവനായിട്ട് ചെയ്തൊരു അവാർഡും കൂടാണത്. അപ്പൊ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും അച്ചീവ് ചെയ്ത് വരുന്നു എന്ന് കാണുന്നത്. സോ കൺഗ്രാറ്റ്സ്. ഇത് മാത്രമല്ല, ഈ 3 നിലയിൽ നമുക്ക് തുടങ്ങണം. ഓണറോട് ഞാൻ ചോദിച്ചു. ഒരുപാട് സന്തോഷം. എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഭയങ്കര നിറഞ്ഞ മനസ്സുമായിട്ട് ഇവിടെ വന്ന എല്ലാവരോടും എന്റെ സ്നേഹം. Happy birthday to you. Happy birthday to you. Happy birthday, dear sweet. Happy birthday to you. May God bless you, dear, and keep you for love. Celebrate your birthday. Happy birthday to you. Yay! നീ അപ്പൊ വളരട്ടെ നല്ലോണം. നല്ല നല്ല പൊമ്പിളൊക്കെ വരുമ്പോ നീ ഇവിടെ വരുന്നതെന്ന് മാത്രം പറയാം. ഇനി നമുക്ക് DRTistയുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇവിടെ മെയിനായിട്ട് നെയിൽ എക്സ്റ്റൻഷൻസ്, നെയിൽ ആർട്ട്, നെയിൽ കളറിങ് ഇതൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ നിശ്ചയത്തിന് ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തിരുന്നത്. അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് ഗൈസ് താരചേച്ചിയുടെ പണിയായുധങ്ങൾ. ഒരു 2 അലമാര നിറച്ചും ഇതുപോലത്തെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സലൂണിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വഴിയെ വരുന്നതാണ്. ഇല്ലാത്ത മീശ കട്ട് ചെയ്യരുത്. ലൈൻ കട്ട്. ബിജിപ്പാൽ ഇത് ഇത് ഇവിടെ വരുന്നത് എന്തൊരു റിയാസ് ഇങ്ങോട്ട് തിരിഞ്ഞാട്ടാ. മന്ത്രി 40 കൊല്ലം പുറകിലോട്ട് പോയി. ബിജിപാല നമ്മുടെ ഈ പ്രേമിക്കുമ്പോൾ പിന്നെ ഈ മഴ കൊണ്ട് മാത്രം മലമേലെ തിരിവെച്ച് ഇടുക്കി കൊണ്ട് ഇതിന്റെയൊക്കെ ശരിക്കും ഇത്രയും നല്ലൊരു മനുഷ്യനെ എനിക്ക് അടുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അതിന്റെ ഒരു ഇതില്ല, ജാടയില്ല, അഹങ്കാരമില്ല. എപ്പോഴും സിമ്പിളാണ്. കേക്ക് മുറിക്കാൻ നേരത്തായിരുന്നാലും കോഴി മുറിക്കാൻ നേരത്തായിരുന്നാലും ഇത് നിൽക്കണം. ശരിക്കും അത്രയും ഡൗൺ ടു എർത്ത് ആണ് പുള്ളി. ഞങ്ങൾക്ക് വേണ്ടി 2 പേര് ഇല്ലാതെ കോപ്പിറൈറ്റ് അടിക്കുമല്ലോ. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ DRTistryയുടെ 5ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പം നമ്മുടെ താരചേച്ചിയുടെ സ്വന്തം DRTistry, അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാട്ട്. താരേ നഖത്തിൽ തേണ്ടടിക്കുന്ന താരേ, ഗമ്മ തേച്ച് നീരൊട്ടിക്കുന്ന DRTistry താരേ, പെയിന്റ് അടിച്ചിട്ട് അവാർഡ് കിട്ടിയ DRTistry താരേ, നഖമെല്ലാം ക്ലീൻ ചെയ്ത് ഗമ്മെല്ലാം തേച്ചിട്ട് നെയിലൊട്ടിച്ചിട്ടിട്ട് പോളിഷ് ചെയ്യുന്ന താരേ. അപ്പൊ എല്ലാരും നമ്മുടെ DRTistryയിലേക്ക് വരിക. ഇവിടെ നല്ല സ്പെഷ്യൽ ഓഫർ. പോരാത്തതിന് നമ്മുടെ ബ്യൂട്ടി പാർലർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കൈയാണത്. എന്റെ കൈകളിൽ കൂടെ ഈ കൈകളിൽ പിറന്ന കൈകളാണ് ആ കൈകൾ. ഇതെല്ലാം ചേച്ചി ചെയ്തതാണ്. നോ ഗൂഗിൾ ഫോട്ടോസ്, ഓൺലി സ്വന്തം. അത് കൊള്ളാൻ ചേച്ചി. ആ ബ്ലാക്ക്, ആ ബ്ലാക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വീണയാണ്.
ഇതാണ് വീണ. ഇവിടെ വീണ പോലെ. അതാണ് വീണ. ഇതാണ് വീണ. ഇതിനെ പറ്റി രണ്ട് പറയാനുണ്ട് എനിക്ക്. വേൾഡ് റെക്കോർഡിനെ കുറിച്ച്. ഇതാണ് എന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയ പീസ്. 5 നെയിലില് സിംഗിൾ ബ്രഷ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കാന്താര മൂവിയുടെ പഞ്ചുരുളി തെയ്യത്തിന്റെ ഫേസ് വരച്ചതിനാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. എത്ര നേരം കൊണ്ട്? 1 മണിക്കൂർ കൊണ്ട് സിംഗിൾ ബ്രഷ് ഉപയോഗിച്ച്. എന്താ ചില്ലറ പുള്ളിയൊന്നും ഇല്ല. അല്ലല്ല, ചില്ലറയല്ല നോട്ടാ. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. അതെന്തിനാണ് ചേച്ചി? അത് കുത്തപ്പിനാറാ? കുത്തപ്പിനാറ്. അയ്യോ, എല്ലാവരും അത് കുത്തപ്പിനാറാണോ ചോദിച്ചു. കുറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുത്തപ്പിനാറായി പോയി. നീ അത് വിട്ടിട്ട് അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ളത് നോക്കി. ഒന്ന് കൃഷ്ണൻ, പിന്നെ ആലില, അല്ല മൈപ്പിലി, പിന്നെ തിരി ഓറഞ്ച് കളറ്. അത് മറ്റേ പ്രാണപ്രതിഷ്ഠയുടെ ഒന്ന് ചെയ്തേ. മറ്റേത് ശിവൻ. അത്രയും നിനക്കറിയാം. കാണണ്ട, കേക്കണ്ട, മിണ്ടണ്ട, ഞാൻ ക്യൂട്ടാണ്. അയ്യോ, ഇതൊക്കെ താരച്ചിക്ക് കിട്ടിയിട്ടുള്ള മൊമെൻറ്റോസ് ആണ്. ഇതിൻ്റെ പരിപാടിക്ക് പോയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ബിഗ് എഫ്എമ്മിൻ്റെ ബിഗ് കാർണിവലിൽ പോയപ്പോഴാണ് താരച്ചിനെ ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. സംഭവം ഈ കളിയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരി ഒരു സംഭവം തന്നെയാണ്. 20 നാഷണൽ അവാർഡും 20 ഇൻ്റർനാഷണൽ അവാർഡും പിന്നെ ഒരു വേൾഡ് റെക്കോർഡുമാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. അതും ഈ 5 വർഷത്തിനിടയ്ക്കെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ചില്ലറ പുള്ളിക്കാരി അല്ല. പിന്നെ കരിവാടിൻ്റെ മന്തി വേണമെന്നും പറഞ്ഞ് ചേച്ചിക്ക് ചലഞ്ച് വെച്ച ആദർശിനെ തൊട്ടപ്പുറത്തുള്ള ബാർബിക്യൂ സ്പേസിൽ കൊണ്ടുപോയി സാധാ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്ത് താരച്ചേച്ചി മാതൃകയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ താരച്ചേച്ചിയുടെ നെയിൽ ആർട്ട് സ്റ്റുഡിയോ ആയ ഡി ആർട്ടിസ്ട്രിയുടെ 5ാം വാർഷികത്തിൻ്റെ ഗ്ലിംസസ് ആണ് നിങ്ങൾ കണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.